എല്ലാവർക്കും നമസ്കാരം. ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് പടർന്നു പിടിക്കുന്നതായിട്ട് വാർത്തകളിൽ കാണുന്നുണ്ട്. ചൈനയുടെ നോർത്തേൺ പ്രോവിൻസിൽ ഇത് പടർന്നു പിടിക്കുന്നതായിട്ടും അവിടെ ധാരാളം പേര് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇന്ത്യയിലേക്ക് ഇതുവരെ വന്നിട്ടൊന്നുമില്ല. പക്ഷേ എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ശ്വസന വ്യവസ്ഥയുടെ മുകൾ ഭാഗത്ത്, അതായത് നമ്മുടെ മൂക്കിലും ശ്വാസനാളത്തിലും ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി അവിടെ രോഗമുണ്ടാക്കുന്ന ഒരു വൈറസാണ്. അതുകൊണ്ട് തന്നെ ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോവിഡിനൊക്കെ ഉള്ള പോലെ ചുമ, ജലദോഷം അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, ഇത് താഴേക്ക് ഇൻഫെക്ഷൻ ഇറങ്ങുകയും അങ്ങനെ ബ്രോങ്കൈറ്റിസ്, അതുപോലെ ന്യൂമോണിയ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. ഇതൊരു RNA വൈറസാണ്, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണ്. 2001 ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അമേരിക്കയിലാണ് കണ്ടുപിടിക്കുന്നത്. ഈ വൈറസിന്റെ പ്രത്യേകത, കോവിഡിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഈ വൈറസിനും പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോവിഡിൽ ചെയ്ത പോലെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുകയാണ് ഇതിന് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഇതിനായിട്ട് ട്രീറ്റ്മെന്റ് ഇല്ല. മാത്രമല്ല, ഇതിന് വാക്സിനും ഇല്ല. ഇത് സ്പ്രെഡ് ആകുന്നത് നമ്മളെ കോവിഡിൽ പറഞ്ഞ പോലെ ചുമക്കുകയും തുമ്മുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ വൈറസ് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഇൻഫെക്റ്റഡ് ഉള്ള ഒരാൾ തൊട്ട സ്ഥലത്ത് വേറൊരാൾ തൊടുകയാണെങ്കിൽ, നമ്മൾ കോവിഡിനൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം, ഒരു വാതിലിന്റെ പിടി അങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ട് തൊടുന്ന സ്ഥലത്ത് ഇവർ തൊടുമ്പോൾ ആ തൊട്ടലിൽ നിന്നും വരാം. പിന്നെ അത് മാത്രമല്ല, ഇൻഫെക്റ്റഡ് ആയിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് ഒരാൾ തൊട്ടിട്ട് അത് പിന്നെ നമ്മൾ മൂക്കിലോ വായിലോ ഒക്കെ വീണ്ടും തൊടുകയാണെങ്കിൽ അങ്ങനെയും ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോവിഡിന് സ്വീകരിച്ച അതേ മാർഗങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പ്രതിരോധിക്കാനുള്ളത്. അതായത് മാസ്ക് ധരിക്കുക, പിന്നെ അസുഖമുള്ളവർ പുറത്തേക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക, കൈ വൃത്തിയായി ഇടയ്ക്കിടയ്ക്ക് കഴുകുക, നല്ല വൃത്തിയായിട്ട് ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക, അസുഖമുള്ള ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ചികിത്സയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ രോഗപ്രതിരോധ ശേഷി കുറവുള്ള, പ്രമേഹവും ഒക്കെ ഉള്ള ആൾക്കാർ, അതുപോലെ പ്രായമായിട്ടുള്ള 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടത് ഒരു കാര്യമാണ്. കാരണം അത്തരം ആൾക്കാർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ലക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 ദിവസം വരെയാണ്. 3 മുതൽ 6 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്തായാലും ഈ വൈറസ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടൊന്നുമില്ല. എങ്കിലും കോവിഡിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ജാഗ്രത പാലിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഈ ഇൻഫർമേഷൻ കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായി വന്നേക്കാം. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.